ഹായ്. ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ അറിയുമായിരിക്കും, എങ്കിലും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിനുള്ള എളുപ്പത്തിന് വേണ്ടി ഞാൻ പറഞ്ഞു തരുന്നതാണ്. പ്രത്യേകിച്ചും ഇംഗ്ലീഷ് നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് ആൽഫബറ്റ്സ് ആണല്ലേ. A to Z വരെയുള്ള 26 അക്ഷരങ്ങൾ നമ്മൾ പഠിക്കും. പക്ഷേ ആദ്യകാലങ്ങളിൽ നമ്മൾ ഈ ആൽഫബറ്റ്സിൻ്റെ സൗണ്ട്സ് ഉപയോഗിച്ചിട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാറില്ല. അപ്പോൾ ഇത്ര അധികം സ്പെല്ലിംഗ് മിസ്റ്റേക്സുകൾ കുട്ടികൾ വരുത്തുമ്പോൾ ആർക്കും മനസ്സിലായിരുന്നില്ല എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷ് ഒരു ഫണി ലാംഗ്വേജാണ്, അത് നിങ്ങൾക്കറിയാമോ? കാരണം നമ്മൾ പറയുന്ന അക്ഷരത്തിൻ്റെ ഇതും ശരിക്കും അത് വാക്കുകളിൽ ഉപയോഗിക്കുമ്പോഴും രണ്ട് ശബ്ദമായിട്ടാണ് വരുന്നത്. കൺഫ്യൂഷനായോ? അതായത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ സി എന്ന് പറയുന്ന ശബ്ദം, സിക്ക് നമ്മൾ സി തന്നെയാണ് പറയുക അല്ലേ. പക്ഷേ നമ്മൾ കാറ്റ് എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ അവിടെ എഴുതുന്നത്? CAT കാറ്റ്. അപ്പോൾ അവിടെ സിയുടെ ശബ്ദം കാന്നല്ലേ വരുന്നത്. അതായത് സി എന്ന് പറയുന്ന അക്ഷരത്തിന് 2 ശബ്ദങ്ങളുണ്ട്, സാന്നുണ്ട് കാന്നുണ്ട്. അതുപോലെ തന്നെ വരുന്ന ഒരുപാട് ആൽഫബറ്റ്സിൽ ഇതുപോലെയുള്ള ശബ്ദ വ്യത്യാസങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ യു എന്നുള്ള ശബ്ദത്തിന്, യു എന്നുള്ള അക്ഷരത്തിന് ആ എന്നാണ് നമ്മൾ സൗണ്ട് പറയുക. അതായത് അതിലും കൺഫ്യൂഷൻ വരും. അതായത് CUT കട്ട് എന്ന് പറയും, അവിടെ യൂന് ആ ശബ്ദമാണ് വരിക. പക്ഷെ നമ്മൾ PUT പുട്ട് എന്നാണ് പറയുക, അപ്പോൾ അവിടെ യൂന് ഊ ശബ്ദമാണ് വരിക. മനസ്സിലായി? ഇതൊക്കെ മതി കുഞ്ഞുങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഭയങ്കര രസകരമാണ്. നമുക്ക് പറയുമ്പോൾ ഭയങ്കര രസകരമായിട്ട് തോന്നുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ തന്നെ കൺഫ്യൂഷനാണ്. H എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്ന അക്ഷരത്തിന് ശബ്ദം വരുന്നത് ഹ എന്നാണ്. ഇപ്പോൾ നമ്മൾ ABCDEFGH എന്ന് പറയുന്നു അല്ലേ. പക്ഷെ നമ്മൾ H വെച്ചിട്ടുള്ളൊരു വാക്ക് എഴുതാമെന്ന് വിചാരിക്കും, ഹാറ്റ്. അവിടെ Hൻ്റെ ശബ്ദം ഹ എന്നാണ്. അപ്പോൾ കുഞ്ഞ് ആദ്യം ABCDEFG തൊട്ട് Z വരെ പഠിക്കുമ്പോൾ H എന്ന് പറയുകയും H വെച്ചിട്ടുള്ള വാക്കുകൾ എഴുതുമ്പോൾ ഹാറ്റ് എന്ന് പറയുന്നു. അതേപോലെ തന്നെ ഹോഴ്സ് എന്ന് പറയുന്നു, ഹെർ എന്ന് പറയുന്നു, ഹി എന്ന് പറയുന്നു, ഹിസ് എന്ന് പറയുന്നു. ഇങ്ങനെ ഒരുപാട് വാക്കുകൾ ഇംഗ്ലീഷ് ലാംഗ്വേജിലുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ വാക്കുകളും ഇതുപോലെ എടുത്ത് നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷ് ഒരു ഫണി ലാംഗ്വേജ് ആയിട്ടാണ് നമുക്ക് മനസ്സിലാവും. പക്ഷേ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് അവർ പഠിക്കുന്ന സമയത്ത് അവർക്ക് വളരെ കൺഫ്യൂഷനാണ് ഇതെല്ലാം തന്നെ. കാരണം നമ്മൾ ABCDE എന്നിങ്ങനെ അക്ഷരങ്ങൾ ഇങ്ങനെ പറഞ്ഞ് എഴുതിപ്പിക്കുന്നു അവരെ. അതിനുശേഷം നമ്മൾ പിന്നെ വാക്കുകൾ പഠിപ്പിക്കുമ്പോൾ, സാധാരണ ഇപ്പോൾ ഇംഗ്ലീഷ് നമ്മൾ സ്പെല്ലിംഗ് റൂൾ അനുസരിച്ച് പഠിപ്പിക്കുമ്പോൾ, ഇപ്പോൾ ഞങ്ങൾ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യുക. സ്പെല്ലിംഗ് റൂൾ വെച്ചിട്ടാണ് കുഞ്ഞുങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുക. അപ്പോൾ അതിൽ ആദ്യം തന്നെ നമ്മൾ 3 ലെറ്റർ വേർഡ്സാണ് പഠിപ്പിക്കുക. 3 ലെറ്റർ വേർഡ്സിനെ പൊതുവേ പറയുന്നതാണ് CVC വേർഡ്സ് എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവുമൊന്നും വേണ്ട. കാരണം ഇംഗ്ലീഷിൽ 26 അക്ഷരത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വവൽസ് 5 എണ്ണാണെന്നുള്ളത് അല്ലേ. ബാക്കി ലെറ്റേഴ്സിനൊക്കെ തന്നെ 21 ലെറ്റേഴ്സിനും പറയുന്ന പൊതുവെ കോമൺ ആയിട്ടുള്ള പേരാണ് എന്ത്? കോൺസണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ CVC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു കോൺസണൻറ്റ് വരും, നടുവിലൊരു വവൽ വരും, പിന്നെയും ഒരു കോൺസണൻറ്റ് വരും. അങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു രീതി. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ എപ്പോഴും 3 ലെറ്റേഴ്സ് വേർഡ്സുകൾ പഠിപ്പിക്കുകയും അതിനുശേഷം ഡയഗ്രാഫ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അതിനുശേഷം ബ്ലെൻഡുകൾ പഠിക്കും, ഇനീഷ്യൽ ബ്ലെൻസും ഫൈനൽ ബ്ലെൻസും പഠിക്കും. അപ്പോൾ ശബ്ദം ഉപയോഗിച്ച് കുട്ടികളെ പഠിപ്പിക്കാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷെ അവിടെയും അവർക്ക് കൺഫ്യൂഷൻ വരുന്നതിൻ്റെ ഒരു കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് അക്ഷരം കുഞ്ഞുങ്ങൾ ഒന്ന് പറയുകയും എഴുതുമ്പോൾ അതിൻ്റെ ശബ്ദം മാറിപ്പോവുകയും ചെയ്യുക എന്നുള്ളത്. ഇത് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ സ്പെല്ലിംഗ് റൂൾ ഉപയോഗിച്ച് പഠിപ്പിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഡയഗ്രാഫ്സ് എന്നുള്ളത്. ഡയഗ്രാഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അക്ഷരം വരുമ്പോൾ ഒരു ശബ്ദം വരുന്നതാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ പറയാം, നമ്മൾ T എന്ന് പറയുന്ന അക്ഷരത്തിൻ്റെ ശബ്ദം ട് എന്നും വരും, ട് എന്നും വരും. അതുകൊണ്ടാണ് CAT കാറ്റ് എന്ന് പറയുന്നതും PUT പുട്ട് എന്ന് പറയുന്നതും. അപ്പോൾ ടിയും എച്ചും കൂടി വരുമ്പോൾ അവിടെ ശബ്ദം ദ എന്നാണ് വരിക. മനസ്സിലായോ? ടിയും എച്ചും ചേർന്നാൽ ദ എന്നുള്ള ശബ്ദമാണ് ഇംഗ്ലീഷിൽ പറയുക. അതാണ് നമ്മൾ THAT ദാറ്റ് എന്ന് പറയുന്നത്. അവിടെ THന് ദ എന്നുള്ള ശബ്ദവും എക്ക് ആ എന്നുള്ള ശബ്ദവും ടിക്ക് ട എന്നുള്ള ശബ്ദവുമാണ്. അതാണ് ദാറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡയഗ്രാഫ്സിൽ വരുന്ന വേറൊരു ലെറ്റർ, ഇപ്പോൾ എസും എച്ചും കൂടി ചേർന്നാൽ, എസും എച്ചും ചേർന്നാൽ നമ്മൾ പറയുക ഷ എന്നാണ്, അല്ലെങ്കിൽ ഷ് എന്ന് പറയും. അതാണ് SH ഷീ, SHARE ഷെയർ എന്നൊക്കെ പറയുന്നത്. SHൽ തുടങ്ങുന്ന എല്ലാ ശബ്ദവും അല്ലെങ്കിൽ തന്നെ അവസാനം വരികയോ ഇടയിൽ വരികയോ ഒക്കെ ചെയ്യുമ്പോൾ എസും എച്ചും കൂടി ചേർന്നാൽ
പൊതുവെ ഷ് എന്നുള്ള ശബ്ദമാണ് വരിക. ഇപ്പോൾ പോളിഷ് എന്ന് നമ്മൾ പറയും അല്ലേ, ഇംഗ്ലീഷ് എന്ന് പറയും, അവിടെയൊക്കെ എസും എച്ചിനും ഷ് ശബ്ദമാണ്. അപ്പോൾ ഈ രണ്ടക്ഷരങ്ങൾ കൂടി ചേരുമ്പോൾ ഒരു ശബ്ദമാണ് വരുന്നത്. അതുപോലെ തന്നെ WH, ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന വാക്കുകളാണ് ഇതിലെല്ലാം. WHൻ്റെ ശബ്ദം വ എന്നാണ്. പക്ഷെ അവിടെ രണ്ടക്ഷരമാണ് നമ്മൾ എഴുതുന്നത്. വ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വി എഴുതാൻ പറ്റില്ല, അല്ലെങ്കിൽ W എഴുതാൻ പറ്റില്ല. അവിടെ Wയും Hഉം തന്നെ ചേർത്ത് എഴുതണം. അതാണ് വാട്ട്, വെൻ, വേർ എന്നൊക്കെ പറയുന്ന സാധാരണ ഉപയോഗിക്കുന്ന വാക്കുകൾ തന്നെ. മനസ്സിലായോ? അതുപോലെ Pയും Hഉം കൂടി ചേർന്നാൽ ഫ് ശബ്ദമാണ് വരിക. അപ്പം നമ്മൾ ഫോൺ എന്ന് പറയുന്നു. ഫോൺ എന്ന് പറയുമ്പോൾ ശരിക്കും ഫ് എന്നുള്ള ശബ്ദത്തിന് F എഴുതിയാൽ പോരെ, പക്ഷെ F എഴുതിയാൽ പോരാ, അവിടെ നമ്മൾ Pയും Hഉം തന്നെ എഴുതണം. അങ്ങനെ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ഭാഷയാണ് ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷ് എന്നത്. പക്ഷെ നമുക്ക് കുഞ്ഞുങ്ങളെ ഇത് ശബ്ദത്തിലൂടെ വളരെയധികം എളുപ്പത്തിൽ നമുക്ക് പഠിപ്പിക്കാനായിട്ട് സാധിക്കും. ബ്ലെൻസുകളൊക്കെ വരുന്ന സമയത്ത് പുതിയ പുതിയ വാക്കുകൾ അവർ പഠിക്കും. ഒരേപോലെ ശബ്ദമുള്ള കുറേ വാക്കുകൾ പഠിക്കുമ്പോൾ അവർക്ക് ഇംഗ്ലീഷിൽ കൺഫ്യൂഷൻ ഇല്ലാതെ വരും. പക്ഷെ നിങ്ങളതൊരു സാധാരണ ട്യൂഷൻ ക്ലാസ്സിൽ പോയാൽ കിട്ടുന്നതല്ല ഇതൊന്നും തന്നെ. അതുപോലെ തന്നെ സ്കൂളിലത്തെ ടീച്ചേഴ്സും ഇതുപോലെ പഠിപ്പിക്കില്ല. അവർ ടെക്സ്റ്റ് പഠിപ്പിക്കുന്നു, ടെക്സ്റ്റിലത്തെ വാക്കുകൾ അവരോട് എഴുതി, കുഞ്ഞുങ്ങളോട് എഴുതി പഠിക്കാൻ പറയുന്നു, അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുന്നു എന്നല്ലാതെ ഇതുപോലെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഒരു പഠനം നിങ്ങൾക്ക് ഒരു ട്യൂഷൻ ക്ലാസ്സിലും കിട്ടുന്നതല്ല. ഞാൻ ഈ പറഞ്ഞ വിഷയവുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എങ്കിൽ നിങ്ങൾ കമൻറ്റിൽ എഴുതൂ. ഞാൻ നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാം. എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പുതിയൊരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.